ഇന്ന് ഞങ്ങൾ പോകുന്നത് പന്നിയാർമണി മലയിലേക്കാണ്. എൻ്റെ കൂടെ എൻ്റെ കസിൻസും സുഹൃത്തുക്കളും അടങ്ങിയ ഒരു 6 അംഗ സംഘമാണുള്ളത്. കാസർഗോഡ് കർണാടക ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന തയ്യേനി എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിനടുത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. പല സഞ്ചാരികളും ഈ പ്രദേശത്ത് വന്നു പോകാറുണ്ടെങ്കിലും പന്നിയാർമണി മല എക്സ്പ്ലോർ ചെയ്യാതെ ഇതിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടഞ്ചേരി, തിരുനെറ്റി മുതലായ മലകൾ ട്രക്ക് ചെയ്ത് തിരിച്ചു പോകലാണ് പതിവ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് കൂടുതലായി മലയെക്കുറിച്ച് വർണ്ണിക്കുന്നില്ല. നമുക്ക് നേരെ പന്നിയാർമണിയുടെ കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം. അങ്ങനെ നമ്മളുടെ എന്നാണ് സ്ഥലത്തിന്റെ പേരടാ പന്നിയാർമണിയിലേക്ക് പോകാനുള്ള ബൈക്സ് ഒക്കെ വരുന്ന ആ ഒരു ലാസ്റ്റ് ഡീവിയേഷനിലെത്തി. അവിടുന്ന് ഇങ്ങനെ നടന്ന് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെയാണ് പോകേണ്ടത്. നടന്ന് ഉള്ളിലേക്ക് പോകണം. കുത്തനെയുള്ള മലകയറ്റമാണെന്നാണ് പോയവർ പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനും ശ്രീശാന്തും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ബാക്കി 4 പേരും വന്നിട്ടുണ്ട് നേരത്തെ. പേരൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ വരുന്ന സമയത്ത്. പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഈ സൈഡിലല്ലടാ കയറിയത്, വേറെ സൈഡിലാണ് കയറിയത്. ഇതല്ല കയറിയത്. നമ്മളെ ഒരു പറമ്പിൽ കൂടെ കയറിയത്. ഫോറസ്റ്റ് ഗേറ്റ്. ട്രൈബൽസ് ഉള്ള കോളനിയുടെ ആ സൈഡിൽ കൂടെ നമ്മൾ കയറിയത്. പക്ഷെ നമ്മൾ വന്നിട്ട് കുറെ കാലമായി. എനിക്ക് തോന്നുന്നല്ലോ 2016 വന്ന്. ശരിയാ. തള്ളി 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 മടുത്ത്. ഇതിന്റെ മുകളിലൊരു വീടെല്ലാം കാണുന്നുണ്ടല്ലോ. ഇതാണ് നിങ്ങൾ പറഞ്ഞ റിസോർട്ട് അന്ന്. ഇപ്പോൾ കയറി വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ കറക്റ്റ് എനിക്ക് കാണാൻ കഴിയുന്ന അറിയത്തില്ല. കുത്തനെയുള്ള കയറ്റമാണ്. കുത്തനെയുള്ള കയറ്റം ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെയാണെന്നാണ് മിൻഹാജ് പറയുന്നത്. അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേ കാലത്തിന് ശേഷം കുറച്ച് ഇങ്ങനെ ഒരു ക്ലൈംബ് റെസ്റ്റ് എടുക്കാം. എടാ ഓരോടെ കയറി പോയവരെ ഇല്ല. അപ്പോൾ ഹാഫ് വേ എത്തി. ഇവിടെ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൻ്റെ സൈഡിൽ റെസ്റ്റ് എടുക്കുന്നു. ഈ പന്നിയാർമണിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഹാഫ് വേ എത്തുമ്പം ഒരു റിസോർട്ടുണ്ട്. കുറച്ച് സിറ്റി ലൈഫിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് നിന്ന് 1-2 ദിവസം കുറച്ച് വൈബലാക്കി ഉഷാറാക്കാനാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. ഓക്കെ, സോൾ ഓഫ് ഹിൽസ് ലൈവ് ലവ് ക്യാമ്പ്. ഓക്കെ, അതാ പറഞ്ഞത്. തൻ്റെ 4x4 ഗിയർ ബോക്സ് ഷാഹിദ് അഫ്സലിന് ഊരിക്കൊടുത്ത് ഷാഹിദ് 2 വീൽ ഡ്രൈവിൽ മുകളിലേക്ക് കയറുകയാണ്. 2 വീൽ ഡ്രൈവ് വേണോ? 2 വീൽ ഡ്രൈവ് വേണോന്ന്. എടാ തോട്ടിൽ കൂടെയാണോ നമ്മൾ കയറിപ്പോന്ന്?
ഇത് പെട്ടെന്ന് തന്നെ ഇരുട്ടാണ് കേട്ടോ. എടാ മടുത്ത് കേട്ടോ. അയ്യോ ഓ ഇത്രത്തോളം കുന്നാന്ന് വിചാരിച്ചില്ല കേട്ടോ. 4 വീൽ ഡ്രൈവ് ഒന്നും അങ്ങ് പിടിക്കുന്നില്ല. അതെ, ഞാൻ അടിച്ചു വിടുകയും ചെയ്തു. പടന്മാരൊക്കെ ഇവിടെ തളർന്നിട്ടുണ്ട്. അല്ല, ഞാനിങ്ങനെ വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റും. വീഡിയോ ഇങ്ങനെ എടുത്തു വരുന്ന ആളെ ഉണ്ട്, തളരൂല. അയ്യോ നീ പറയണ്ട, എത്തുമ്പോ നമ്മള് എത്തിന്ന് പറയാം. അയ്യോ നീ ഇവിടെ നടക്കാനുണ്ടോ? വിറ്റാവും. അയ്യോ അമ്മേ, അയ്യോ അവസാനം ദാറ്റ് പോയിന്റിലെത്തി. അയ്യോ എന്തൊരു ആശ്വാസമായി നോക്കണേ. ഇല്ല എല്ലാരും കയറി. അതന്നെ കാല് പിടിച്ച് ഒറ്റ വരുമല്ലോ. കാസർഗോഡ് വരുന്നത് ഇവിടെ. ഇവര് ആണോ? ഒരാൾ കടുവേനി, ഒരാൾ കാസർഗോഡ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറിയപ്പം കാസർഗോഡ് വരണ്ട പറഞ്ഞു കൊല്ലമില്ലേ? കറക്റ്റ് കൂട്ടുന്ന ഈ പാറയാണ്. കറക്റ്റ് ഇവിടെ ഒരു പാറയുണ്ട്. ഞാൻ വേണ്ട വെള്ളം അറിയില്ല കൊണ്ടുണ്ട്. അയ്യോ തോന്നില്ല. അതെങ്ങനെ വേറെ അറിയില്ല. അവര് കോഴിക്കോട്ട് പോയി. അങ്ങനെ നമ്മൾ ആ ഫൈനലായിട്ടുള്ള ആ പുൽമേട്ടുള്ള വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും നേരം ഭയങ്കര ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ കയറി വന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. വന്ന് നോക്കണം. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പോൾ സൺസെറ്റ് ആവാനുള്ള സമയമായി. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് സൺസെറ്റ് കാണാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ ഏതൊക്കെ മലയാണ് കാണുന്ന പോലെ നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം നമുക്കിപ്പോൾ സൺസെറ്റ് കിട്ടിയിട്ടുണ്ട്. സൺസെറ്റ് നമുക്ക്
ഇവിടെയുള്ള മറ്റു മലകളിൽ കാണുന്നതിനെക്കാട്ടിയും അത്രയ്ക്കും നമുക്ക് ആ ഒരു 3 കളർ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സൺസെറ്റ് കൂടാതെ നമുക്ക് ഈ മലയുടെ ബാക്ക് സൈഡിൽ ഒരു മഴവില്ലും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കൂടെയുള്ളവരൊക്കെ അങ്ങോട്ട് നടന്നു പോയി മുന്നോട്ട്. എടാ കുപ്പിയൊക്കെ എടുത്തോ? അങ്ങനെ പുൽമേട്ടിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ് അവസാനത്തെ വ്യൂ പോയിന്റിലേക്ക്. ഇനി കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ സൺസെറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എടാ ഏത് റോഡ്? ഏത്? എടാ ഓരിടണ്ടടാ. നീലാണക്ക്. എടാ അവരയിലേ പോന്നു. എടാ അങ്ങോട്ടല്ലേ പോണ്ടേ? ഓക്കെ സെറ്റ്. അത് ഫ്ലൈറ്റ് വരുന്നേ ആ ലൈറ്റ്. ഓക്കെ വാ. എടാ വീഴല്ലേ കാടാ. അയ്യോ ഏയ് ഇതെല്ലാം വഴി. ഇതെല്ലാം പറഞ്ഞ വഴിയില്ലാന്ന് പറയാം. ഇതിലെ വേണമെങ്കിലും പോകുന്നില്ല അവർ പറഞ്ഞു. ഒരിടത്തുള്ള ആൾക്കാരാണ് തോന്നുന്നു. തിരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ തന്നെ ഫോറസ്റ്റിനുള്ളിൽ ലൈറ്റ് കുറച്ച് ഡിമ്മായിരിക്കും. ചെളിയാ? എടാ വീഴും ഞാൻ ഉറപ്പാ. എനിക്ക് എപ്പോഴും ഒരു പതിവുള്ളത്. ചെളിയായി. നിങ്ങൾ ഷോട്ട് കയറി വന്നാലേടാ? നിങ്ങൾ ഷോട്ട് കയറിയല്ലേ? ഒരുമാതിരി ഷോർട്ടായി പോയില്ലത്. എത്തിയാ മതി. ഇതിന്റെ മുകളിൽ കയറിട്ടെ സമയം പോകുന്ന അറിയുന്നില്ല. ഇത് DJ ആണല്ലോ. DJ അല്ലത്. ഫ്ലാഷൊക്കെ ഇട്ട് കയറാം. അങ്ങനെ സൺസെറ്റിന്റെ ആ വ്യൂ കഴിഞ്ഞു. ഇനിയിപ്പോൾ സൺസെറ്റ് കഴിഞ്ഞു. നമ്മൾ ആ സ്കൈയുടെ ആ ഒരു 3 കളർ ലൈറ്റിലേക്ക് സ്കൈ മാറുന്ന ആ ഒരു അവസ്ഥയും കൂടെ കണ്ടിട്ട് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. ആ ഒരു പ്രതിഭാസം എന്ന് തന്നെ പറയണം. കാരണം ഇതുവരെ നമ്മളൊരു മലയുടെ മുകളിൽ നിന്നും അങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടില്ല. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് അവസാനത്തെ ആ വ്യൂ പോയിന്റിലാണ് പോകുന്നത്. ഈ ഫോറസ്റ്റിനുള്ളിലേക്ക്, ഇതിപ്പം കേരള ഫോറസ്റ്റ് ആണ്. കേരള ഫോറസ്റ്റിനുള്ളിലേക്ക് ഫോറസ്റ്റുകാരുടെ അനുമതി ഇല്ലാതെ കയറാൻ കഴിയില്ല. അതുപോലെ തന്നെ അടുത്ത ദിവസം മുതൽ ഈ ഒരു മല, പന്നിയാർമല അടച്ചിടാൻ പോവാന്നാണ് പറയുന്നത് കേട്ടത്. താഴെ നിന്ന് സ്ഥലം, അവിടെ ഈ ഫോറസ്റ്റിനോട് ചേർന്ന് സ്ഥലമുള്ള
ആൾക്കാർ പറയുന്നത് കേട്ടോ. നമ്മൾ കയറി വരുന്ന സമയത്ത് സംസാരിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ലഭ്യമാവേണ്ടത് നല്ല മഴയുള്ള സമയത്തുള്ള ആ ഒരു വ്യൂവും മഞ്ഞിലൂടെ ഉള്ള ആ ഒരു വ്യൂവും കൂടെയാണ് നമുക്ക് കിട്ടാനുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ കിട്ടി. സൺസെറ്റ് കിട്ടി, പിന്നെ അതുപോലെ നല്ല ഒരു റെയിൻബോ കിട്ടി. ആടെ നമ്മൾ കയറിയത് മഴപ്പാറ്റ ഓ 360 എന്നല്ല പറയണ്ടതിനെ, അതിലേക്കും മേലെ. അങ്ങനെ വരുമ്പോ പുള്ളി കുളിയായിട്ടുണ്ട്. കാണുമായിരിക്കുമല്ലോ. ഏതാണ് കൂമ്പൻ കുന്ന്? ഓക്കെ. ഓ ഈ കാണുന്നത് കൂമ്പൻ കുന്ന്. ഏതാ ഇത് എന്നെ റാണിപുരം? ഏത്? അവിടെ ഭയങ്കര കോട കേട്ടോ. ഓ ആ കോട കാണുന്ന ഏരിയ അല്ലേ? ഓ തലക്കാവരി ഇവിടുന്ന് കാണാം. ഓക്കെ, ആ ലാസ്റ്റ് കാണുന്ന വ്യൂ ആണ്. ഇപ്പം ശ്രീശാന്തിന്റെ ആ വ്യൂവിലേക്ക് കറക്റ്റ് കാണിച്ചു തരാം. ആ കാണുന്ന ഏരിയ തലക്കാവേരി ആണെന്നാണ് പറയുന്നത്. ഈ ഹിൽസ് ഇങ്ങനെ വെസ്റ്റേൺ ഗഡ്സ് ആണ് ഇതൊക്കെ. റാണിപുരം ഈ ഒരു പോർഷനിലാണ് റാണിപുരം വരുന്നത്. പിന്നെ തയ്യേനി കൂമ്പൻ കുന്ന് വരുന്നത് ഈ സൈഡ്. ഇതാണ് കൂമ്പൻ കുന്ന് വരുന്നത്. ഈ ഒരു പന്നിയാർമണി ഹിൽസിന്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മലയിലേക്കുള്ള വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. കാരണം നമ്മുടെ ഈ ഒരു കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ എല്ലാ മലയിലേക്കും വ്യൂ കിട്ടുന്ന ഒരു ഹില്ലെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പന്നിയാർമണി ഹിൽസ്. ഇത് വരുന്നത് ചെറുപുഴയിൽ നിന്നും പുളിങ്ങാം റൂട്ടിൽ വന്ന് തയ്യേനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ തയ്യേനിക്ക് നിന്ന് അവിടെ ചോദിച്ചാൽ മതി. ഈ പന്നിയാർമണി ഹിൽസ് അവിടെയുള്ള ആ തയ്യേനി ഒരു ടൗണാണ്. ആ ടൗണിൽ നിന്ന് ചോദിച്ചാൽ കറക്റ്റ് നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കിട്ടുന്നതാണ്. എന്തായാലും കൊന്നക്കാട് നമ്മൾ വന്ന തയ്യേനിന്നാണ്. 2 വഴിയുണ്ട്. ആ ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഐ ആം ഫൈസ്. ബൈ.